കിരൺ ഇങ്ങനെ ഇരിക്കണമെന്ന് വിചാരിക്കട്ടെ ഒത്തിരി ലെജൻഡറി ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളല്ലേ, അർജുനൻ മാഷ് തുടങ്ങി ജോൺസൺ മാഷ്, കെ.എസ്. ചിത്ര ചേച്ചി, അങ്ങനെ ഒത്തിരി പേരുടെ വർക്ക് ചെയ്തിട്ടുള്ള ആളുണ്ട്. പൊതുവേ സൗണ്ട് എഞ്ചിനീയർമാർ ആരും പുറത്ത് കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ ആ ഫീൽഡിൽ ഒരു ലെജൻഡറി മനുഷ്യൻ തന്നെയാണ്. ഇവിടെ കുറേ പോസ്റ്റേഴ്സ് വെച്ചിട്ടുണ്ട്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് നമ്മുടെ NHQയിൽ ചെയ്തിട്ടുള്ള മൂവീസിൻ്റെ വർക്ക്സാണ്. 2018 ഉണ്ട്, നേര്, കണ്ണൂർ സ്കോഡ്, കിഷ്കിന്ദ കാണ്ഡം, ARM തുടങ്ങി യോബിൻ്റെ പുസ്തകം, ഒരുപാടധികം മൂവീസ് ഉണ്ട് അല്ലേ? പല കാറ്റഗറി വർക്ക്സ് ആണ്. മ്യൂസിക് ഉണ്ട്, സൗണ്ട് ഡിസൈനിങ് ഉണ്ട്, നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വർക്കുകളാണ് ഇതെല്ലാം. ഇപ്പോൾ സ്റ്റുഡൻസ് എല്ലാവരും പുറത്ത് പോകുന്ന സ്റ്റുഡൻസ് എല്ലാവരും എന്താ ചെയ്യണേ, ഒരു ബാച്ചിലേഴ്സിന് പോകുന്ന പിള്ളേരെല്ലാവരും 3 വർഷം അവിടെ പോയി പഠിക്കും. അതെ. സോ ഇനി തൊട്ട് സ്റ്റുഡൻസിന് 2 വർഷം അവിടെ പഠിക്കാം. അപ്പോൾ ഗുണം എന്താണെന്ന് വെച്ചാൽ 3 years പഠിക്കേണ്ട സമയത്ത് അതിൻ്റെ പകുതി പൈസ സ്പെൻഡ് ആവുന്നുള്ളൂ. പിന്നെ ഞാൻ അളിയെന്നൊക്കെ വിളിക്കാന്ന് വെച്ചാൽ ഞങ്ങൾ ഒരേ ക്ലാസ്സിൽ പഠിച്ച ആൾക്കാരാണ് കേട്ടോ, അതുകൊണ്ടാണ്. ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ക്ലാസ് ആണെന്ന് വിചാരിക്കരുത്, ഞങ്ങള് മ്യൂസിക് പ്രൊഡക്ഷൻ ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ്. അതെ, ചെന്നൈയിൽ മ്യൂസിക് പ്രൊഡ്യൂസറാണ് കാർത്തിക്. അതുപോലെ ഇപ്പോൾ ജെയ്ക്സിന് എടുത്താലും, ഇപ്പോൾ ഞാൻ എൻ്റെ കൂടെ ആയാലും അല്ലെങ്കിൽ ഇപ്പോൾ സുഷിൻ്റെ കൂടെ ആയാലും ആരുടെ കൂടെ ആയാലും വർക്ക് ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഇവിടുത്തെ അലുമിനൈസാണ്. അതൊക്കെ നമുക്ക് ഭയങ്കര പ്രൗഡാണ് കാര്യങ്ങളെല്ലാം. ഗൈസ്, അങ്ങനെ നമ്മുടെ അമ്മാമ്മ ഇൻ ദുബായ് സീരീസ് നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടി ഞാനൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. അതായത് നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ, കറക്റ്റ് അല്ലേ? അതെ, ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോയിൽ വന്നിട്ടുള്ളത്. വാട്ട് ഈസ് ഹാപ്പനിങ് എവരിവൺ, ഐ ആം കാർത്തിക് കൃഷ്ണൻ, വെൽക്കം ബാക്ക് ടു ചാനൽ. എൻ്റെ കൂടെ വിവേക് വിജയനുണ്ട്. യെസ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എവിടെ നിൽക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ NHQയിലാണ്, നോയ്സ് ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ പനമ്പള്ളി നഗറിലുള്ളത്. അപ്പോൾ മുന്നേ ഉള്ള ഫോളോവേഴ്സിന് അറിയായിരിക്കും, ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് NHQൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. കാര്യം എനിക്ക് ഒത്തിരി പേര് എന്നോട് ചോദിക്കുമായിരുന്നു, പ്രത്യേകിച്ച് ഇപ്പോൾ +2 റിസൾട്ടൊക്കെ വന്നിരിക്കുന്ന സമയമാണ്. പലരും +2 കഴിഞ്ഞിട്ട് എന്ത് ചെയ്യണമെന്നറിയാണ്ട് അല്ലേ, നമ്മളെ ഒരു കാലം, ആ കാലത്ത് ആണ് നമ്മൾ പല കുട്ടികളും ഇപ്പോൾ എത്തി നിൽക്കുന്നത്. അതിൽ തന്നെ മ്യൂസിക്കിൽ താല്പര്യമുള്ള ഒരുപാട് പേരുണ്ടെന്ന് എനിക്കറിയാം. ബിക്കോസ് എനിക്ക് മിക്കവാറും മെസ്സേജസ് വരാറുണ്ട്, ചേട്ടാ എനിക്ക് പാട്ടാണ് ഇഷ്ടം, എന്ത് ചെയ്യണം, എന്ത് പഠിക്കണം എന്നറിയില്ല, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ വീട്ടുകാർ സ്ഥിരമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, നീ ആദ്യം ഒരു ഡിഗ്രി എടുക്കുക, എന്നിട്ട് മ്യൂസിക് എന്ത് പാഷനാണെന്ന് വെച്ചാലും ഫോളോ ചെയ്യാൻ, അല്ലേ? എന്നോട് പറഞ്ഞിട്ടില്ലേ? അല്ല, എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെയാണ് ഗുഡ് ന്യൂസ് ഉള്ളത്. ഇനി നിങ്ങൾക്ക് വേറൊരു ഡിഗ്രി എടുത്തിട്ട് പിന്നെ മ്യൂസിക്കിലുള്ള പാഷൻ ഫോളോ ചെയ്യണം എന്നില്ല. അതിന് പകരം മ്യൂസിക്കിൽ തന്നെ നിങ്ങൾക്ക് ഡിഗ്രി കരസ്ഥമാക്കാനുള്ള ഒരവസരമുണ്ട്. അതുപോലുള്ള കിടിലൻ കോഴ്സസ് ഉണ്ട്. ആൻഡ് ഈവൻ അയർലൻഡിൽ വരെ പോയി നിങ്ങൾക്ക് പഠിക്കാനുള്ള അവസരം നിങ്ങൾക്ക് NHQ ഒരുക്കി തരുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത്. ശ്രദ്ധിച്ച് എല്ലാം കേട്ടോളുക, സ്റ്റേ ട്യൂൺഡ്. ആൻഡ് ഓൾസോ നമ്മളുടെ ഒരു ഒറിജിനൽ സോങ് റിലീസാകാൻ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്കിനും കൂടിയാണ് ഞാനിപ്പോൾ NHQയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അതിനോടൊപ്പം ഞാൻ നിങ്ങൾക്ക് സ്റ്റുഡിയോയും കാര്യങ്ങളെല്ലാം കാണിച്ചു തരാം, ഒരുപാട് പേർക്ക് ഉപകാരപ്പെടും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. മുമ്പിൽ നിന്നുള്ള കാഴ്ച ഞാൻ അടുത്തായിട്ട് കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ നമ്മുടെ NHQൻ്റെ ലൊക്കേഷൻ വരുന്നത് നിങ്ങൾ നേരെ ആ കാണുന്നത് മനോരമ ജംഗ്ഷനാണ്, പനമ്പള്ളി നഗർ. അവിടെ നിന്ന് നമ്മൾ ഈ അവന്യൂ റോഡ് ഇങ്ങനെ കയറി വരുമ്പോൾ തന്നെ, അതായത് അവിടെ നിന്ന് വരുമ്പോൾ നിങ്ങളുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് കാണാം. അപ്പോൾ ഇതാണ് NHQൻ്റെ പുതിയ ബിൽഡിംഗ് ആണ്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നതെന്ന് വെച്ചാൽ അത് വേറെ സ്ഥലത്തായിരുന്നു. ഇപ്പോൾ കുറേയും കൂടി വിപുലീകരിച്ച് അടിപൊളിയായിട്ട് നമ്മളുടെ ഈ പനമ്പള്ളി നഗർ ഈ അവന്യൂ റോഡിൻ്റെ സൈഡിൽ തന്നെയായിട്ടാണ് ഇവരുടെ പുതിയ ബിൽഡിംഗ് വരുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അകത്തോട്ട് പോകാം. അപ്പോൾ ഗൈസ്, നമ്മളുടെ ഈ പുതിയ NHQയിൽ ഒരുപാടധികം കോഴ്സുകളുണ്ട്. ആൻഡ് ഇപ്പോൾ ഈ പുതിയ ബിൽഡിങ്ങിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് കേരളത്തിലെ തന്നെ അല്ലെങ്കിൽ സൗത്ത് ഇന്ത്യയിലെ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് സൗണ്ട് എഞ്ചിനീയറിംഗ് ആൻഡ് മ്യൂസിക് പ്രൊഡക്ഷൻ കോളേജ് ഫെസിലിറ്റിയാണ് നിങ്ങൾക്കായിട്ട് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ആൻഡ് ഇവിടെ ഒരുപാടധികം സ്റ്റുഡിയോസും മ്യൂസിക് പ്രൊഡക്ഷൻ ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സും അതിൻ്റെ സംഭവങ്ങളെല്ലാം. അപ്പോൾ അതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാനുള്ള ആൾക്കാരൊക്കെ അതിൻ്റെ അകത്തുണ്ട്, അതൊക്കെ നമുക്ക് കാണാം. ആൻഡ് ഓൾസോ നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മളുടെ നെക്സ്റ്റ് ഒറിജിനൽ സോങ്, എൻ്റെ ഒരു റാപ്പ് സോങ് ഞാൻ കമ്പോസ് ചെയ്ത് അതിൻ്റെ പ്രൊഡക്ഷൻ ഇവിടെ നടക്കുന്നുണ്ട്. അതിൻ്റെ വോയിസ് റെക്കോർഡിങ്ങും കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അത് ചെയ്യാം, അതിനുശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ സ്റ്റുഡിയോയിലാണ് നമുക്ക് റെക്കോർഡിങ്. നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. ഗൈസ്, അങ്ങനെ നമ്മൾ NHQൻ്റെ ഫസ്റ്റ് ഫ്ലോറിലുള്ള എൻജിൻ റൂം എന്ന സ്റ്റുഡിയോയിലാണ് ഉള്ളത്. നമ്മളിവിടെ ഓമുണ്ട്. ഹായ് ഓം. ഓമിൻ്റെ അവിടെ സ്ഥലം? ഞാൻ പെരുമ്പാവൂരാണ് ആക്ച്വലി. അതെ, ഇവിടുത്തെ എഞ്ചിനീയറാണ്. അപ്പോൾ ഓമാണ് നമ്മളിന്ന് റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. ഇവിടെ മൊത്തം എത്ര സ്റ്റുഡിയോസ് ഉണ്ട്? ഇവിടെ ഒരു 6-8 സ്റ്റുഡിയോസ് ഉണ്ട്. 8 സ്റ്റുഡിയോസ് വരെ ഉണ്ട്. ഇത് മെയിൻ സ്റ്റുഡിയോ ആണ്, ബാക്കി കോഡുകളായിട്ട്. ഓക്കെ, മെയിൻ സ്റ്റുഡിയോയിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇവിടെയാണ് നമ്മൾ എൻ്റെ അപ്കമിങ് സോങ് റെക്കോർഡ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ബൈ ദ വേ, സോങ്ങിൻ്റെ പേര് നമ്മൾ പറഞ്ഞില്ല, നടന്നില്ല എന്നാണ് കേട്ടോ. അപ്പോൾ ആ പാട്ടാണ്. ഇവിടെ ട്രാക്സ് എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി നേരെ റെക്കോർഡിംഗ് ബൂത്തല്ലേ, ഇതിൻ്റെയൊക്കെ പേര് ഞാൻ പറഞ്ഞു, കുറേ നാളായാലും വന്നിട്ട് അവിടെ കയറി നമ്മൾ റെക്കോർഡ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനുശേഷം ബാക്കി കാര്യങ്ങളായും പറയാം.
ഓക്കെ, അങ്ങനെ നമ്മളുടെ ഒറിജിനൽ സോങ്ങിൻ്റെ റെക്കോർഡിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് നമ്മൾ മീറ്റ് ചെയ്യാൻ പോകുന്നത് നമ്മളോടൊപ്പം ഉള്ളത് ജിം ചേട്ടനാണ്. ചേട്ടാ നമസ്കാരം. നമസ്കാരം. സുഖമല്ലേ? ഓ സുഖം. വീഡിയോസ് എല്ലാം കാണാറുണ്ട്, അടിപൊളിയാണ്. ഓ താങ്ക് യു ചേട്ടാ. അപ്പോൾ ജിം ചേട്ടൻ എന്ന് പറയുന്നത് നമ്മളുടെ മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലെ ഒരു കിടിലൻ മ്യൂസിക് ഡയറക്ടറാണ്. അതോടൊപ്പം നമ്മളുടെ NHQൻ്റെയും ഡയറക്ടറാണ്. ഇപ്പം ഞാനൊക്കെ പഠിച്ചിറങ്ങിയ സമയത്തെ ഒരു ഡിഗ്രി എടുത്തതിന് ശേഷം നീ നിന്റെ പാഷൻ ഫോളോ ചെയ്തോളാണ് പറയുന്നത്. അപ്പം മ്യൂസിക് പാഷനായിട്ടുള്ള ഒത്തിരി പിള്ളേരുണ്ട്. എനിക്ക് മെസ്സേജ് അയക്കാറുണ്ട്, ചേട്ടാ എവിടെ പഠിക്കണം, എന്ത് കോഴ്സാണ് എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പോൾ മ്യൂസിക്കൽ ഡിഗ്രി എടുക്കാൻ സാധിക്കും എന്നുള്ളത് ഞാൻ അറിഞ്ഞിരുന്നു. നമുക്ക് അങ്ങനെയുള്ള കോഴ്സ് ഉണ്ട്. അപ്പോൾ അതോടൊപ്പം എന്തൊക്കെയാണ് നമുക്ക് സ്റ്റുഡൻസിന് എക്സ്പെക്ട് ചെയ്യാൻ? NHQ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്ത ഒരു ചാലഞ്ച് ഇപ്പോൾ 2012 സ്റ്റാർട്ട് ചെയ്തത് NHQ. ഇപ്പോൾ ഓൾമോസ്റ്റ് 13 years ആയി. 13 years നമ്മൾ ഒരു 2022 വരേക്ക് നമ്മൾ ഫേസ് ചെയ്ത ഏറ്റവും വലിയ ചലഞ്ച് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻസിന്റെ പാരന്റ്സ് ആദ്യം വിളിച്ചിട്ട് ചോദിക്കുന്നത് ഡിഗ്രി ഉണ്ടാവും. അതായിരുന്നു ഫസ്റ്റ് ചോദ്യം. ബിക്കോസ് നമ്മുടെ നാട്ടിൽ ഡിഗ്രി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്, ബിക്കോസ് എന്തൊക്കെ പഠിച്ചാലും ഡിഗ്രി എന്ന് പറയുന്നത് അതാണ് ഒരു കൺസെപ്റ്റ് ഉള്ളത്. അപ്പം അതിന് ആക്ച്വലി ഒരു വിരാമം, അതായത് ഒരു എൻഡാണ് 2022 നമുക്ക് മേധാവി സ്കിൽസ് യൂണിവേഴ്സിറ്റിയിട്ട് നമ്മൾ BSc ഇൻ ഓഡിയോഗ്രാഫി നമ്മൾ അഫിലിയേറ്റ് ചെയ്തു. ആൻഡ് നമ്മുടെ ഓൺ പ്രോഗ്രാമാണ്. ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരു സ്റ്റുഡൻറ്റിന് 3 വർഷം ഡിഗ്രി വേണമെങ്കിൽ ഇന്ത്യയിൽ ഇവിടെ B4M NHQ പഠിക്കാം. ഇവിടെ തന്നെ പഠിക്കാം. ആൻഡ് നിങ്ങൾക്ക് BSc ഓഡിയോഗ്രാഫി ഡിഗ്രി കിട്ടും. അറ്റ് ദ സെയിം ടൈം ഇപ്പോൾ വെരി റീസെൻ്റ്ലി നമുക്കൊരു പുതിയ ഓപ്പർച്യൂണിറ്റി കൊണ്ട് സ്റ്റുഡൻസിന് തുറന്നു കിട്ടിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ സ്റ്റുഡൻസിന് ആദ്യത്തെ 2 വർഷം ഇവിടെ പഠിക്കാം. ഓക്കെ, ഇന്ത്യയിൽ പഠിക്കാം, NHQ പഠിക്കാം. ദെൻ 3rd year ദേ ക്യാൻ ഗോ ടു അയർലൻഡ് ആൻഡ് ദേ ക്യാൻ കംപ്ലീറ്റ് ദ 3rd year ഇൻ അയർലൻഡ്. അതായത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ഡിഗ്രി അവിടെ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ വേറൊരു സ്പെഷ്യാലിറ്റി മീൻസ് യു വിൽ ഗെറ്റ് a level 8 ഓണേഴ്സ് ഡിഗ്രിയാണ് കിട്ടുന്നത്. level 8 ഓണേഴ്സ് ഡിഗ്രിയാണ് കിട്ടുന്നത് അവിടെ നിന്ന് കംപ്ലീറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ അത് മാത്രമല്ല 1 year സ്റ്റേ ബാക്കും കിട്ടും. അപ്പോൾ ഡിഗ്രി അതായത് കിട്ടിയതിന് ശേഷം 1 year സ്റ്റേ ബാക്ക് കിട്ടും. അപ്പോൾ നോർമലി ഇപ്പോൾ സ്റ്റുഡൻസ് എല്ലാവരും പുറത്ത് പോകുന്ന സ്റ്റുഡൻസ് എല്ലാവരും എന്താ ചെയ്യണേ, ഒരു ബാച്ചിലേഴ്സിന് പോകുന്ന പിള്ളേരെല്ലാവരും 3 വർഷം അവിടെ പോയി പഠിക്കും. 3 വർഷം അവിടെ പോയി പഠിച്ചിട്ട് 3 വർഷത്തെ ഫീസ് അടയ്ക്കണം. 3 വർഷത്തെ അത്രയും യൂറോപ്യൻ ഫീസ് അടച്ച് 3 വർഷത്തെ എക്സ്പെൻസ് കവർ ചെയ്ത് 3 വർഷമൊക്കെ നിൽക്കണം. ആൻഡ് 1 year സ്റ്റേ ബാക്ക് തന്നെ അവർക്ക് കിട്ടുന്നുള്ളൂ. ശരിയാണ്. പക്ഷേ നേരെ തിരിച്ച് ഈ സെയിം കോഴ്സ് സെയിം സാധനം നമ്മൾ മാപ്പ് ചെയ്തു. അതോടൊപ്പം തന്നെ ഇവിടെ കണ്ടിന്യൂ ചെയ്യുന്ന സ്റ്റുഡൻസിന് ഡിഗ്രി മാത്രമല്ല, ഇപ്പോൾ ഡിപ്ലോമ ഉണ്ട്, അഡ്വാൻസ് ഡിപ്ലോമ ഉണ്ട് 1.5 years, 1 year ഡിപ്ലോമ ഉണ്ട്, ദെൻ സർട്ടിഫിക്കറ്റ് പ്രോഗ്രാംസ് ഉണ്ട് പലത്. അങ്ങനെ പല പ്രോഗ്രാംസ് ക്രാഷ് കോഴ്സ് പോലെ ക്രാഷ് കോഴ്സ് ആയിട്ട് നമ്മൾ മ്യൂസിക് പ്രൊഡക്ഷൻ ഉണ്ട്, ലൈവില് കോഴ്സസ് ഉണ്ട്. പ്രോ ടൂൾസിൻ്റെ അതായത് സ്പെഷ്യലൈസ്ഡ് എഞ്ചിനീയേഴ്സ് ആയിട്ടുള്ളവർക്ക് അല്ലെങ്കിൽ ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് പ്രോ ടൂൾസ് മിക്സ് ആൻഡ് മാസ്റ്ററിങ്സും അങ്ങനെ മാസ്റ്ററിങ് കോഴ്സസ് ഒക്കെ ചെയ്യാനായിട്ടുള്ള സ്പെഷ്യലൈസേഷനും ഉണ്ട്. ഇനി നമ്മൾ കുറച്ച് പ്രോഗ്രാംസ് DJ പ്രോഗ്രാംസ് പോലത്തെ പ്രോഗ്രാംസും അതുപോലെ തന്നെ കുറച്ച് EDM അങ്ങനത്തെ പുതിയ കോഴ്സുകൾ കുറച്ച് അലൈൻഡ് ആണ്. അതുപോലെ ഈവനിങ് പ്രോഗ്രാംസ് അലൈൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വെരി സൂൺ നമ്മൾ അനൗൺസ് ചെയ്യും. ഓക്കെ, അപ്പോൾ ഇവിടെ ആൾക്കാർ നേരിട്ട് വന്നിട്ട് അവരുടെ ഒരു റിക്വയർമെന്റിനനുസരിച്ച് എങ്ങനെയാണെന്ന് വെച്ചാൽ അങ്ങനത്തെ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാം അല്ലേ ചേട്ടാ? അപ്പോൾ +2 കഴിഞ്ഞാൽ നമുക്ക് നേരിട്ട് പഠിക്കാം. ഇപ്പോൾ ഡിഗ്രി നമുക്ക് +2 കഴിഞ്ഞിട്ട് നേരെ ചെയ്യാം. +2 ആണ് മിനിമം ക്രൈറ്റീരിയ. അത് യൂണിവേഴ്സിറ്റി ആയിട്ട് ഇപ്പോൾ ഈ ഡിപ്ലോമയും അഡ്വാൻസ് ഡിപ്ലോമയും എല്ലാം ഇവിടെ മേധാവി സ്കിൽസ് യൂണിവേഴ്സിറ്റിയാണ്. മേധാവി സ്കിൽസ് യൂണിവേഴ്സിറ്റിയാണ് നമ്മൾ ഇത് അഫിലിയേറ്റ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇവരായിട്ട് അസോസിയേറ്റ് ചെയ്തതിൻ്റെ ഗുണം എന്ന് വെച്ചാൽ UGC പ്രോപ്പർ അപ്രൂവ്ഡ് ആണ്, ദെൻ NSDC അപ്രൂവ്ഡ് ആണ്. സോ ഇറ്റ്സ് എ പ്രോപ്പർ യൂണിവേഴ്സിറ്റി, സെൻട്രൽ ഗവൺമെൻറ് അപ്രൂവ്ഡ് ആണ്. സോ എന്താ വെച്ചാൽ ഈ കോഴ്സ് പഠിക്കുമ്പോൾ ഏത് ഡിഗ്രി ഏത് കോളേജിൽ പോയി പഠിക്കുന്നോ അതേത് സ്കിൽ കോഴ്സാണ്. ഇപ്പോൾ പുതിയ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി പ്രകാരം ഏറ്റവും ന്യൂ പോളിസിയാണ്, ഗവൺമെൻറ്റിൻ്റെ പുതിയ പോളിസി പ്രകാരമാണ് ഈ സ്കിൽ കോഴ്സുകളെല്ലാം ഡിഗ്രിയുടെ അണ്ടറിൽ യൂണിവേഴ്സിറ്റിയുടെ അണ്ടറിലേക്ക് കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ ആ സ്കീം പ്രകാരമാണ് ഇത് വാലിഡേറ്റ് ചെയ്തെടുത്തത്. അപ്പം ഈ ക്രെഡിറ്റ് പോയിന്റ്സും സിസ്റ്റവും എല്ലാം വാലിഡേറ്റഡ് ആണ്. അത് ഇന്റർനാഷണലി ഇപ്പോൾ നമ്മൾ അപ്രൂവ് ചെയ്തു. അപ്പോൾ സ്റ്റുഡൻസിന് ഒത്തിരി ഗുണങ്ങളുണ്ട്. അതൊക്കെ ഇപ്പോൾ വെരി റീസെന്റ് വന്ന ചേഞ്ചസ് അതൊക്കെ ഒരു വലിയൊരു ന്യൂസാണ് സ്റ്റുഡൻസിനെ സംബന്ധിച്ച്. ഇപ്പോൾ പുറത്ത് പോകുന്ന ട്രെയിനിങ്ങും അതുപോലെ തന്നെ അല്ലെങ്കിൽ ഇവിടെ തന്നെ കംപ്ലീറ്റ് ചെയ്യാനും ഒക്കെ ഒരു എന്താ പറയുക ഒരു ന്യൂ ചേഞ്ച് ആണ്. അതെ. കാര്യം ഇപ്പം ഞാനൊക്കെ 10-12 വർഷം മുമ്പ് ഇങ്ങനെ മ്യൂസിക് പഠിക്കാൻ ആഗ്രഹിച്ചപ്പോൾ നമുക്ക് ഇങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായില്ല. നമുക്കിപ്പോൾ ചെന്നൈയിലും അവിടെ ഇവിടെയൊക്കെ പോയി പഠിക്കേണ്ട ഇത് വന്നു. ഇതിപ്പോൾ നമുക്ക് കേരളത്തിൽ തന്നെ കൊച്ചിയിൽ നമ്മളുടെ NHQയിൽ ഈ കോഴ്സുകളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഞാൻ വീഡിയോന്റെ ആദ്യം പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു സൗത്ത് ഇന്ത്യയിൽ തന്നെ വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് അല്ലേ ഫെസിലിറ്റി നമുക്ക് എല്ലാം ഉണ്ട്. നമുക്കിപ്പോൾ ഇവിടെ ഈ ബിൽഡിംഗിൽ ഇപ്പോൾ നമ്മൾ പുതിയ ബിൽഡിംഗിലേക്ക് മാറിയത് ഒക്ടോബറിലാണ്, സിൻസ് ഒക്ടോബർ. ആൻഡ് ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു 10 സ്റ്റുഡിയോ ഫെസിലിറ്റീസ് ഉണ്ട് ഈ ബിൽഡിംഗിൽ. ഡിഗ്രി പഠിക്കുന്ന സ്റ്റുഡൻസിന് ഫ്രം ദ വെരി സ്ക്രാച്ച് ടു അറ്റ്മോസ് വരെയുള്ള എന്താണോ ഇപ്പോൾ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന അതെല്ലാം ബിക്കോസ് ട്രെൻഡ് അനുസരിച്ച് പോകാം. ബിക്കോസ് നമ്മുടെ ഇവിടെ ഉള്ള എല്ലാ ഫാക്കൽറ്റീസും അവർ ജസ്റ്റ് ഫാക്കൽറ്റീസ് മാത്രമല്ല, ആസ് ഇവിടെ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുന്ന റീസെന്റ് പടങ്ങളെല്ലാം അവിടെ വർക്ക് ചെയ്ത് പോയതാ. അതുപോലെ ഇപ്പോൾ ജെയ്ക്സിന് എടുത്താലും ഇപ്പോൾ ഞാൻ എൻ്റെ കൂടെ ആയാലും അല്ലെങ്കിൽ ഇപ്പോൾ സുഷിൻ്റെ കൂടെ ആയാലും ആരുടെ കൂടെ ആയാലും വർക്ക് ചെയ്യുന്ന ഒരുപാട് സ്റ്റുഡൻസ് ഇവിടുത്തെ അലുമിനൈസാണ്. അതൊക്കെ നമുക്ക് ഭയങ്കര പ്രൗഡാണ് കാര്യങ്ങളെല്ലാം. അപ്പോൾ അതിൻ്റെ ഒരു ഗുണമുണ്ട്. പിന്നെ ഈ വിൻമില്ലൈൻ റെക്കോർഡിംഗ് സ്റ്റുഡിയോസിൽ അല്ലെങ്കിൽ പൾസ് കോളേജിൽ നമ്മൾ പറയുമ്പം
they are one of the top recording studios in the world. അവരുടെ ഒരു ഹിസ്റ്ററി തന്നെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ യൂട്യൂബ്, മെറ്റാലിക്ക, വെസ്റ്റ് ലൈഫ്, ബോൺ ജോവി, ബ്രയൻ ആഡംസ്, ഇപ്പോൾ എഡ് ഷീറൻ, ഈ കാലഘട്ടം ഓൾമോസ്റ്റ് 27 ഗ്രാമീസ് ഓൾറെഡി വിൻ ചെയ്ത സ്റ്റുഡിയോ ആണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ മ്യൂസിക്കിൽ പാഷനേറ്റ് ആണെങ്കിൽ, സൗണ്ട് ഡിസൈനിങ്, എഞ്ചിനീയറിംഗിലൊക്കെ പാഷനേറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും ജസ്റ്റ് NHQ വരെ വരെ ഇവിടെ കാണുക അല്ലേ, നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. കോഴ്സും കാര്യങ്ങളും ഡീറ്റെയിൽസ് നേരിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരും. അപ്പോൾ എന്തായാലും ഒത്തിരി സന്തോഷം ജിം ചേട്ടാ, ഒത്തിരി തിരക്കുള്ള ആളാണ്, നമുക്ക് വേണ്ടി കുറച്ച് ടൈം കണ്ടെത്തിയതിൽ. അപ്പോൾ ഞാൻ ജസ്റ്റ് എൻ്റെ ഓഡിയൻസിന് സ്റ്റുഡിയോ ടൂർ ഒന്ന് കാണിച്ചു കൊടുക്കാനായിട്ട് പോകാം. താങ്ക് യു സോ മച്ച്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തതായിട്ട് ഇനി NHQ കോളേജ് കംപ്ലീറ്റ് നമ്മൾ വിശദമായിട്ട് കാണാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ കോളേജിൻ്റെ ടൂർ തരാനായിട്ട് നമ്മളോടൊപ്പം വിജയ് ചേട്ടൻ ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഹൈ പറയട്ടെ. യെസ്, വിജയ് ചേട്ടൻ എൻ്റെ കൂടെ ചെന്നൈയിലൊക്കെ ഉണ്ടായിരുന്ന ആളാണ് കേട്ടോ. അപ്പോൾ വിജയ് ചേട്ടൻ ഇപ്പോൾ ഇവിടുത്തെ കോഴ്സ് ഡയറക്ടറാണ് അല്ലേ? അതെ, കോഴ്സ് ഡയറക്ടറാണ്. അപ്പോൾ നമുക്ക് ചേട്ടൻ തന്നെ പറഞ്ഞു, നമുക്ക് ഇതുവഴി അകത്തേക്ക് കയറാം. ആദ്യമുള്ളത് എൻ്റെ തൊണ്ടയ്ക്ക് ചെറിയ പ്രശ്നമുണ്ടോ, അഡ്ജസ്റ്റ് ചെയ്യണം. ആദ്യമായിട്ട് നമ്മൾ ആക്ച്വലി ഇത് 3 ഫ്ലോറായിട്ട് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഓരോന്നും ഓരോ ഡിപ്പാർട്ട്മെൻറ്റാണ്. ഓക്കെ, ഇതിപ്പോൾ ഓഡിയോഗ്രഫി ഡിപ്പാർട്ട്മെൻ്റ് ആണ്. ബേസിക്കലി സൗണ്ട് ഡിസൈനിങ് കാര്യങ്ങളാണ് ഈ ഒരു ഫെസിലിറ്റി ഗ്രൗണ്ട് ഫ്ലോറിലുള്ളത്. യെസ്. അപ്പോൾ ഇതിൽ തന്നെ നമുക്ക് 2 ലാബ്സ് ഉണ്ട്. വരും, ഇത് ഫസ്റ്റ് ലാബ്, സെക്കൻഡ് ലാബ്. യെസ്. നമുക്ക് ഓഡിയോഗ്രഫി ലാബ് അല്ലെങ്കിൽ പ്രോ ടൂൾസ് ആണ് മെയിനായിട്ട് ഇവിടെ ഉപയോഗിക്കുന്നുണ്ടോ. പക്ഷേ ലോജിക് എക്യുപ്ഡോ ആണ്, നമുക്ക് രണ്ടും വേണമെങ്കിൽ യൂസ് ചെയ്യാം, ബുദ്ധിമുട്ടില്ല. ഇവർ ചെയ്യുന്നത് പല കാറ്റഗറി വർക്കുകളാണ്. ചിലവർ ഇപ്പോൾ ഇത് BG എഡിറ്റ് വർക്കാണ് ഇവർ ചെയ്യുന്നത്, ഇവർ നമ്പർ എഡിറ്റ് വർക്കുകളാണ് ചെയ്യുന്നത്. രണ്ട് ടൈപ്പ് ബാച്ചുകളാണ്. ഇവർക്ക് നമ്മൾ ബുക്ക് ചെയ്ത് കൊടുക്കും സ്ലോട്ട്സ്, പ്രോട്ടോസ് ലാബ് സ്ലോട്ട്സ് കൊടുക്കും. പ്ലസ് അല്ലാത്ത ഫ്രീ ടൈമുകൾക്ക് ഇവർക്ക് വേണമെങ്കിൽ ഫ്രീ ആയിട്ട് യൂസ് ചെയ്യാം. നമ്മൾ ഓപ്പൺ ആണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അറൗണ്ട് ഒരു 9 PM വരെ നമ്മൾ ലാബ് ഓപ്പൺസ് ആണ്. രാത്രി 9 PM വരെ. അപ്പോൾ ഒരു 5 മണിക്ക് ശേഷം ആർക്ക് വേണമെങ്കിലും ഒന്ന് യൂസ് ചെയ്യാം, അങ്ങനത്തെ ഫെസിലിറ്റി. അപ്പോൾ അടുത്തായിട്ട് നമുക്ക് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഓഡിയോഗ്രഫിയിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. എന്താണ് ഇവിടെ സൗണ്ട് ഡിസൈനിങ് വർക്ക്സ് ആണ് മെയിനായിട്ട്. ഒരു സ്റ്റുഡിയോ ഫെസിലിറ്റി ഉണ്ട്, അതുപോലെ സ്റ്റുഡൻസിന് നമുക്ക് ഓക്യുപ്പൈ ചെയ്യാനുള്ള 2 സ്പേസും ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. എല്ലാം നമ്മൾ ഫിംഗർ പ്രിന്റ് എൻട്രി ഉണ്ട്, അല്ലാതെ കീ കാർഡ് എൻട്രി ഉണ്ട്. ആക്ച്വലി നമുക്ക് ആ ബുക്ക് ചെയ്തിരിക്കുന്ന ആൾക്കാർക്ക് പ്രൊവിഷൻ കിട്ടുക എന്നുള്ളത്. അങ്ങനെയാണ് സ്റ്റുഡിയോസ് ബുക്ക് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മളിത് ബുക്കിംഗ് കൊടുക്കും. അങ്ങനെയാണെങ്കിൽ അവർക്ക് കീ കാർഡ് കിട്ടും. അങ്ങനെ മാത്രമേ അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ. അതെന്തായാലും നല്ലൊരു കാര്യമാണ്. യെസ്, ഇത് സൗണ്ട് ഡിസൈനിങ് സ്റ്റുഡിയോ ആണ്, പ്ലസ് ഫോളി സ്റ്റുഡിയോ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ആക്ച്വലി ഇവർ സ്റ്റുഡൻസ് ആണ്. ഒരു ഷോർട്ട് ഫിലിമിൻ്റെ ഒരു വർക്ക് നടക്കുകയാണ് ഇവിടെ. അപ്പോൾ അതിൻ്റെ സൗണ്ട് എഫക്ട്സ് ലെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇവർ. രണ്ടുപേരും പാർട്ണർ ചെയ്തിട്ട് വർക്ക് ചെയ്യുന്നതാണ്. നമ്മുടെ ഫാക്കൽറ്റി ഉണ്ട്, പ്രതീക്ഷ അതിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഫോളി സ്റ്റുഡിയോ കൂടി കാണിച്ചു തരാം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഇത് ഫോളി ഡിസൈൻ സ്റ്റുഡിയോ ആണ്, പ്ലസ് ഇത് ഫോളി ബൂത്താണ്. ബൂത്ത്. ഓക്കെ, ഇവിടെ കുറേയധികം സംഭവങ്ങളുണ്ടല്ലോ. ഇത് നോക്കൂ, അതായത് പല സർഫേസിൽ നമ്മൾ ചവിട്ടുമ്പോൾ ആ ശബ്ദം ഉണ്ടാക്കാനാണ്. അതന്നെ പല ഫുഡ് സ്റ്റെപ്സ് എടുക്കാൻ വേണ്ടിയിട്ടാണ്. പ്ലസ് ഓരോ റാക്കുകളിൽ ഓരോ എക്യുപ്മെൻറ്റ്സ് എല്ലാം വെച്ചിട്ടുണ്ട്, അക്സസറീസ് വെച്ചിട്ടുണ്ട്. സിനാരിയോ അനുസരിച്ച് ഇപ്പോൾ നമുക്ക് അവിടെ പ്ലേ ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വിഷ്വൽ ഇവിടെ കിട്ടും. അപ്പോൾ ഇവിടെ ഒരു ഫോളി ആർട്ടിസ്റ്റ് നിന്നിട്ട് പെർഫോം ചെയ്യാം. അതായത് ലിറ്ററലി നിന്നിങ്ങനെ അവിടെ എന്താണ് ആ വിഷ്വൽ നോക്കുക, വിഷ്വൽ കണ്ടിട്ട് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ഇത് നമ്മളൊരു ഷോർട്ട് ഗൺ മൈക്ക് വെച്ചിട്ട് അതിൽ ആഡ് ചെയ്തിട്ട് ഇത് കുറച്ചും കൂടി ഡെപ്ത് ഉണ്ട് ഈ സൗണ്ടിന്. ഇത് കുറച്ചും കൂടി ലൈറ്ററാണ്. അത് കുറച്ചും കൂടി മൈക്രോഫോൺ എടുക്കാൻ നേരത്തെ അതിൻ്റെ ആയിട്ടുള്ള ഒരു സൗണ്ട് നമുക്ക് വ്യത്യാസം ക്ലിയർ ആയിട്ട് കിട്ടും. അതായത് മൂവിയുടെ റിക്വയർമെന്റ് പോലെ. അതെ. അപ്പോൾ നമ്മൾ മുകളിലേക്ക് പോകുന്ന വഴി ഇവിടെ കുറേ പോസ്റ്റേഴ്സ് വെച്ചിട്ടുണ്ട്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ കംപ്ലീറ്റ് നമ്മുടെ NHQവിൽ ചെയ്തിട്ടുള്ള മൂവീസിൻ്റെ വർക്ക്സാണ്. 2018 ഉണ്ട്, നേര്, കണ്ണൂർ സ്കോഡ്, കിഷ്കിന്ദ കാണ്ഡം, ARM തുടങ്ങി യോബിൻ്റെ പുസ്തകം, ഒരുപാടധികം മൂവീസ് ഉണ്ട് അല്ലേ? പല കാറ്റഗറി വർക്ക്സ് ആണ്. മ്യൂസിക് ഉണ്ട്, സൗണ്ട് ഡിസൈനിങ് ഉണ്ട്. ഇപ്പോൾ കിഷ്കിന്ദ സൗണ്ട് ഡിസൈനിങ് ആണ് ചെയ്തിരിക്കുന്നത്. ARM ഇവിടെ മിക്സിംഗ് ആണ്, പ്ലസ് മ്യൂസിക് റെക്കോർഡിങ്സ് ഉണ്ട്. നമ്മളായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള വർക്കുകളാണ് ഇതെല്ലാം. അപ്പോൾ നമ്മളിപ്പോൾ ഫസ്റ്റ് ഫ്ലോറിലാണ് നിൽക്കുന്നത്. എന്താണ് കേട്ടോ ഇവിടെ? ഫസ്റ്റ് ഫ്ലോറിൽ നമ്മൾ റെക്കോർഡിംഗ് ആർട്സിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. ബേസിക്കലി നമ്മുടെ റെക്കോർഡിങ്സ് ആൻഡ് മിക്സ് ആൻഡ് മാസ്റ്ററിങ് നടക്കുന്ന ഏരിയയാണ്. പ്ലസ് പ്രൊഫഷണൽ സ്റ്റുഡിയോ റെക്കോർഡിങ്സ് എല്ലാം നടക്കുന്ന ഈ ഫ്ലോറിലാണ്. ഇതും സിമിലറാണ്, താഴത്തെ ഫ്ലോറിൽ സിമിലറാണ്. നമുക്ക് 2 ലാബ്സ് ഉണ്ടാവും, പ്ലസ് സ്റ്റുഡിയോ ഫെസിലിറ്റി ഉണ്ടാവും. ഇപ്പോൾ ലാബ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇവിടെ നമുക്ക് OJT ലാബാണ് ആക്ച്വലി. ഇത് OJT ലാബ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഡിഗ്രി പ്രോഗ്രാം ചെയ്യുന്നവർക്ക്
അവരുടെ സ്വന്തം സിസ്റ്റം വെച്ചിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു പ്രൊഫഷനാണ്. പക്ഷെ അവർക്ക് സ്വന്തമായിട്ട് ഒരു ഡിപ്ലോമ കഴിയുമ്പോഴത്തേക്ക് അവർ സ്വന്തം സിസ്റ്റം എടുക്കും. അപ്പൊ ആ സമയത്ത് അവർക്ക് ഇരിക്കാനും സ്പേസ് ആയിട്ട് നമ്മളിത് ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഇതപ്പോൾ നമ്മൾ ആക്ച്വലി നമ്മുടെ സോങ് കുറച്ച് മുമ്പ് റെക്കോർഡ് ചെയ്ത അതേ സ്റ്റുഡിയോ തന്നെയാണ്. എന്താണ് സ്റ്റുഡിയോന്റെ പ്രത്യേകത? ഇത് നമ്മുടെ ഇപ്പോഴത്തെ മെയിൻ സ്യൂട്ട് തന്നെയാണ്. ഇവിടെയാണ് നമ്മുടെ പ്രൊഫഷണൽ റെക്കോർഡിങ്സ് എല്ലാം വരുന്നത്. പ്ലസ് സീനിയർ ലെവൽ സ്റ്റുഡൻസ്, ഇപ്പോൾ പറഞ്ഞില്ലേ നേരത്തെ OJT ചെയ്യുന്ന സ്റ്റുഡൻസ്, ഡിപ്ലോമ കഴിഞ്ഞ് ഡിഗ്രി ചെയ്യുന്ന ആ സ്റ്റുഡൻസ്, അവർക്കെല്ലാം ഈ സ്പേസ് നമ്മൾ ഓപ്പൺ ആയി കൊടുക്കും. കാരണം അവർക്ക് ആക്ച്വലി റിയൽ സിനാരിയോസ് കൊടുക്കണമല്ലോ. അപ്പോൾ അതിനനുസരിച്ചുള്ള എക്യുപ്മെൻറ്റ്സും കാര്യങ്ങളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ ഇവിടെയാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നേരത്തെ പാട്ടുപാടിയ റെക്കോർഡിംഗ് ബൂത്തിലെത്തി. ഇവിടെ ഏതായിരുന്നു മൈക്ക് യൂസ് ചെയ്യണം? നമ്മളിവിടെ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് നോയ്മാനാണ്. 987 ഉണ്ട്, പ്ലസ് നമുക്ക് സോണിയുടെ C800G ഉണ്ട്, പിന്നെ പല വെറൈറ്റീസ് ഓഫ് മൈക്കുകളുണ്ട്. അതെ, അതുപോലെ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള റെക്കോർഡിംഗ് ബൂത്താണ്. പ്രൊഫഷണൽ റെക്കോർഡിങ്സും നടക്കുന്നത് ഇവിടെ തന്നെയാണ്. അപ്പോൾ അതേ സ്പേസ് തന്നെ സ്റ്റുഡൻസിന് കൊടുക്കാൻ പറ്റുക എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എന്താണ് സംഭവിക്കുന്നത് അത് തന്നെ സ്റ്റുഡൻസ് ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡിലുള്ള കിട്ടണം, നമ്മൾ എയിം ചെയ്യുന്നത്. യെസ്. അപ്പോൾ നമുക്കിവിടെ അതുകൂടാണ്ട് ആൽഫ 1 അതുപോലെ സെക്ടർ 7 എന്ന് പറഞ്ഞ 2 സ്പേസും കൂടി ഉണ്ട്. അത് എന്തൊക്കെയാണ് ചേട്ടാ? ഇത് ഞാൻ നേരത്തെ പറഞ്ഞു റെക്കോർഡിംഗ് ആർട്സ്. അപ്പോൾ ഇവിടെ റെക്കോർഡിങ്സും പ്ലസ് മിക്സ് ആൻഡ് മാസ്റ്ററിംഗ് നടക്കുന്ന സ്പേസ് ആണ്. പ്രൊഫഷണലായിട്ട് നമുക്ക് ഇപ്പം നേരത്തെ കണ്ട സ്റ്റുഡിയോ ഉണ്ട്, പ്ലസ് സ്റ്റുഡൻസിന് മാത്രമായിട്ട് ഇരിക്കാൻ പറ്റുന്ന 2 സ്പേസുകളാണിത്. ഇത് വേണമെങ്കിൽ നമുക്ക് ക്ലബ് ചെയ്ത് യൂസ് ചെയ്യാം. ഒന്ന് കൺട്രോൾ റൂം, ഒന്ന് ബൂത്തായിട്ട് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് 2 വർക്കുകൾ നടക്കാൻ വേണ്ടി യൂസ് ചെയ്യാം. പക്ഷെ ഇവിടെ നടക്കുന്നത് ബേസിക്കലി എന്തെങ്കിലും റെക്കോർഡിങ്സോ ഓർ മിക്സ് ആൻഡ് മാസ്റ്ററിംഗ് ആയിരിക്കും ഇവിടെ നടക്കുക. ബട്ട് എല്ലാത്തിനും എക്യുപ്ഡ് ആണിത്. നമ്മൾ ജസ്റ്റ് ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നു. പക്ഷെ എല്ലായിടത്തും എല്ലാം നടത്തും. ജസ്റ്റ് കയറി നോക്കും. ഒരു വർക്കുകളുടെ ആക്ഷൻ നടക്കുന്നുണ്ട്. ഇതാണ് ആൽഫ 1. സെക്ടർ 7 കൂടി കാണാം. സെക്കൻഡ് ഫ്ലോറിലേക്ക് പോകുന്ന വഴി നമുക്കിവിടെ ഒരുപാടധികം പിക്ചേഴ്സ് വെച്ചേക്കുന്നതാണ് പല ആർട്ടിസ്റ്റുകളുടെയൊക്കെ. അപ്പോൾ അതെന്താണെന്ന് വിജയിച്ചാൽ നമുക്ക് ആക്ച്വലി നമുക്ക് ഒരു ഡ്യുവൽ ഡിഗ്രി പോലെ ട്യൂണിംഗ് പ്രോഗ്രാം ഉണ്ട്. അതെ, നേരത്തെ അയർലൻഡിലെ കാര്യം പറഞ്ഞില്ല. അപ്പോൾ നമ്മൾ അവിടെ പാർട്ണർ ചെയ്യുന്നത് ഡബ്ലിനിലുള്ള വിൻമിൻ ലൈൻ റെക്കോർഡിംഗ് സ്റ്റുഡിയോസ് ആൻഡ് പൾസ് കോളേജ്. ഈ 2 പേരായിട്ടാണ് നമുക്ക് പാർട്ണർഷിപ്പ് ഉള്ളത്. ഏതാ? വിൻമിൻ ലൈൻ പൾസ് കോളേജ്. അപ്പോൾ നമ്മുടെ താഴെ നേരത്തെ കണ്ടില്ലേ നമ്മൾ വർക്ക് ചെയ്ത ഫിലിം, അതുപോലെ അവർ ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള വർക്കുകളാണ് ഇത്. അപ്പോൾ ഈ ഫെസിലിറ്റി ഇവരെല്ലാവരും ഇപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരാണ്, നേരത്തെ കാണാൻ മനസ്സിലാവില്ല. അപ്പോൾ ഇവർ വർക്ക് ചെയ്യുന്ന ആ സ്റ്റുഡിയോ ഫെസിലിറ്റിയിലാണ് ഇപ്പോൾ അവിടെയുള്ള സ്റ്റുഡൻസ് വർക്ക് ചെയ്യുന്നത്. അവർ ഓപ്പർച്യൂണിറ്റി കൊടുക്കാൻ നമുക്ക് പറ്റുന്നു. അതെ, ലേഡി ഗാഗ തുടങ്ങി എഡ് ഷീറൻ, മെറ്റാലിക്ക, ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പോൾ ആ ഒരു എക്സ്പോഷറും നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ പോകുന്നു സെക്കൻഡ് ഫ്ലോറിലേക്ക്. കമോൺ. അപ്പോൾ അടുത്തായിട്ട് സെക്കൻഡ് ഫ്ലോറിൽ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മ്യൂസിക് ടെക്നോളജിയാണ് ഞാൻ പണ്ട് ചെന്നൈയിൽ പഠിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ അതേ സംഭവം ഇവിടെ ഉണ്ട്. ചേട്ടാ പ്ലീസ് പറഞ്ഞാലും. ഈ ഫെസിലിറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ താഴെ പറഞ്ഞില്ലേ ഓഡിയോഗ്രാഫിയിൽ നമുക്ക് പറഞ്ഞു എല്ലാം നമുക്ക് പറ്റും. പക്ഷേ പ്രോ ടൂൾസ് ആണ് അവിടെ ചെയ്യുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ലോജിക് ഡോയാണ്. ലോജിക് ബേസ്ഡുള്ള സിസ്റ്റംസ് ആണ് ഇവിടെ ഉള്ളത്. അതെ, ആക്ച്വലി അറിയാത്തവർക്കായിട്ട് ഞാൻ പറയാം, രണ്ടും നമ്മൾ ഈ മ്യൂസിക് പ്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസ് അങ്ങനെ പറയാം. അതെ, പറയാനത് തെറ്റില്ല. മ്യൂസിക് ചെയ്യുന്നവർ കൂടുതൽ ലോജിക് ആയിരിക്കും യൂസ് ചെയ്യുക. അതെ, ആൻഡ് സൗണ്ട് ഡിസൈനിങ് അല്ല റെക്കോർഡിംഗ് എല്ലാം ചെയ്യുന്നവർ പ്രോ ടൂൾസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് മ്യൂസിക് ചെയ്യുന്നവർക്കുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് നമുക്ക് പറയാം. അപ്പോൾ ഇവിടെ നമുക്ക് ലോജിക്കിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കാണാൻ സാധിക്കും. അപ്പോൾ ഇവർ മെയിനായിട്ട് മ്യൂസിക്കാണ് ചെയ്യുന്നത്. വെച്ച് കഴിഞ്ഞാൽ മ്യൂസിക്കിൻ്റെ വർക്കുകൾ വരുമ്പോൾ ഇവർ ഇവിടെ ഈ സ്പേസിൽ വന്നിട്ടായിരിക്കും വർക്ക് ചെയ്യുക. അപ്പോൾ ഇനിയാണ് എൻ്റെ ഫേവററ്റ് സ്ഥലത്തേക്ക് കയറാൻ പോകുന്നത്. ബിക്കോസ് ഞാൻ ചെന്നൈയിൽ ഇതുപോലൊരു ലാബിലാണ് ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കയറി കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് കീബോർഡ് കാണുമ്പോൾ മനസ്സിലാവും ഇത് മ്യൂസിക് പ്രൊഡക്ഷൻ അല്ലേ? അതെ, ഇത് മ്യൂസിക് പ്രൊഡക്ഷൻ. ഇത് ലാബ് 2 ആണ്. നേരത്തെ നമ്മൾ കണ്ടത് ലാബ് 1 ആണ്. ഇത് ലാബ് 2 ആണ്. അപ്പോൾ നിങ്ങളിപ്പോൾ സമയം നോക്കിയാൽ ഇപ്പോൾ 5 മണി കഴിഞ്ഞു. അപ്പോൾ എന്താണ് ഞാൻ നേരത്തെ പറഞ്ഞില്ല, 5 മണിയാകുമ്പോഴത്തേക്കും നമ്മുടെ ലാബ് ഫെസിലിറ്റി തീരും. പിന്നെ ആവശ്യക്കാർക്ക് വന്ന് വർക്ക് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ ആവശ്യക്കാരാണ് എന്നാണ് പറയാനുള്ളത്. അവരുടെ പേഴ്സണൽ വർക്കുകളാണ് അവിടെ ചെയ്യുക. നമ്മളിപ്പോൾ കൊടുത്തിരിക്കുന്ന ലാബ് വർക്കല്ല, പേഴ്സണൽ ആയിട്ടുള്ള വർക്കുകളായിരിക്കും അവർ ചെയ്യുക. അപ്പോൾ അവർ തന്നെ കമ്പോസ് ചെയ്ത മ്യൂസിക് അവർ എന്ത് വേണമെങ്കിലും അത് അവരുടെ ഇൻട്രസ്റ്റ്, അവരുടെ ഇഷ്ടത്തിന് വിടുക എന്നുള്ളതാണ്. അതെ. അപ്പോൾ നമ്മൾ താഴത്തെ പോലെ തന്നെ ഇവിടെയും സെക്കൻഡ് ഫ്ലോറിൽ സ്റ്റുഡിയോ ഉണ്ട്. ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് മ്യൂസിക് ടെക്നോളജിയുടെ സ്റ്റുഡിയോ ആണ്.
നമുക്ക് കാണാം. ഇൻഫിനിറ്റി എന്നാണ് കേട്ടോ സ്റ്റുഡിയോന്റെ പേര്. ഇൻഫിനിറ്റി, ഗ്രാവിറ്റി, വിപ്ലാഷ് 8. ആക്ച്വലി ഇവിടെ 4 സ്പേസാണ്. 4 സ്പേസ് ഉണ്ടല്ലേ, അടിപൊളി. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്പേസ് കാണാം. സ്പേസ് അപ്പോൾ സെക്കൻഡ് ഫ്ലോറിലെ ഇൻഫിനിറ്റി സ്റ്റുഡിയോയിൽ ഇവിടുത്തെ മെയിൻ മാൻ നിഖിൽ ജിമ്മിയെ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ നിഖിൽ, ഹലോ, നമസ്കാരം. ചേട്ടൻ തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. നിഖിൽ നമ്മുടെ മ്യൂസിക് പ്രൊഡക്ഷൻ്റെ ഫാക്കൽറ്റിയാണ്, ഹെഡാണ്. അപ്പോൾ നിഖിൽ ബാക്കി പറയും. ഇവിടെ ഞാൻ ഡീൽ ചെയ്യുന്നത് മ്യൂസിക് പ്രൊഡക്ഷൻ്റെ ഡിപ്പാർട്ട്മെൻറ്റാണ്. അപ്പോൾ മ്യൂസിക് പ്രൊഡക്ഷൻ തന്നെ എല്ലാവർക്കും അറിയാം. നിങ്ങൾ സ്ഥിരം കേൾക്കുന്ന പാട്ടും ബാക്ക്ഗ്രൗണ്ട് സ്കോറായിട്ട് കേൾക്കുന്ന സാധനങ്ങളും ഒക്കെ ചെയ്യുന്നത് നമ്മളെ പോലെയുള്ള ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ പറയുക, ഉണ്ടാക്കി വിടുക എന്നുള്ളതാണ് ഇവിടെയുള്ള എൻ്റെ മെയിൻ ഡ്യൂട്ടി. അപ്പോൾ അതിൻ്റെ സെറ്റപ്പും പരിപാടികളൊക്കെയാണ് ബാക്കിൽ കാണുന്നത് ഇവിടെ ഉള്ളത്. ആൻഡ് ഇപ്പോൾ നമ്മൾ ഇന്ന് റെക്കോർഡ് ചെയ്ത എൻ്റെ സോങ്ങും നിഖിൽ ജിമ്മയുടെ കൈകടത്തലുകൾ കാര്യമായിട്ട് ഉണ്ടായിട്ടുണ്ടല്ലേ? ചെറുതായിട്ട് കാര്യം പിള്ളേർ ചെയ്യും, അളിയൻ വന്ന് അവിടെ അവരെ കറക്റ്റ് ചെയ്യും. പിന്നെ ഞാൻ അളിയൻ എന്നൊക്കെ വിളിക്കാന്ന് വെച്ചാൽ ഞങ്ങൾ ഒരേ ക്ലാസ്സിൽ പഠിച്ച ആൾക്കാരാണ് കേട്ടോ, അതുകൊണ്ടാണ്. ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ക്ലാസ് ആണെന്ന് വിചാരിക്കരുത്. ഞങ്ങൾ മ്യൂസിക് പ്രൊഡക്ഷൻ ഒരുമിച്ച് പഠിച്ച ആൾക്കാരാണ്. അതെ, ചെന്നൈയിൽ മ്യൂസിക് പ്രൊഡ്യൂസറാണ് കാർത്തിക്, ചെറുതായിട്ട്. പക്ഷേ വ്ളോഗിംഗ് ആണ് ചെയ്യുന്നത്. പക്ഷെ ഇവരൊക്കെ ഉള്ളതുകൊണ്ട് ഇനിയിപ്പോൾ ഞാൻ പുതിയ നമ്മളുടെ സോങ്സ് ഇനി അപ്കമിങ് ആയിട്ട് ഇറങ്ങുന്നതായിരിക്കും അല്ലേ? യെസ്. അപ്പോൾ താങ്ക് യു മച്ചാനെ, വർക്ക് നടക്കട്ടെ. ഓക്കെ, കാണാം. അപ്പോൾ അടുത്തായിട്ട് നമ്മൾ ഗ്രാവിറ്റി എന്ന് പറഞ്ഞ സ്പേസിലാണുള്ളത്. വിശേഷമായിട്ട് എന്താണ്? നേരത്തെ പറഞ്ഞ മ്യൂസിക് പ്രൊഡക്ഷൻ സ്യൂട്ടാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇവിടെ പ്രൊഡക്ഷനാണ്. ഇവിടെ വോക്കൽ ബൂത്ത് ഇല്ല, മ്യൂസിക് പ്രൊഡക്ഷൻ വർക്കുകളാണ്. അപ്പോൾ സ്റ്റുഡൻസിന് കുറച്ച് കൂടുതൽ പേർക്ക് ഇരുന്ന് ജാം ചെയ്ത് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാനും അങ്ങനെയുള്ളൊരു സ്പേസാണ്. കുറച്ചും കൂടി ഫെസിലിറ്റി, കുറച്ചും കൂടി ആൾക്കാർക്ക് കൂടുതൽ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന സ്പേസാണ്. അതെ, ഇവരിപ്പോൾ ആക്ച്വലി റേഡിയോ പ്രൊജക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏത് രഞ്ജിത്ത് സാറ് പാട്ട് നിങ്ങൾക്ക് മൈ സ്റ്റുഡിയോന്റെ ഓണറായിട്ട് ഞാൻ കണ്ടിട്ടുള്ളതാണ്. അപ്പോൾ രഞ്ജിത്തേട്ടനാണ് ഇവിടുത്തെ ക്രിയേറ്റീവ് ഹെഡാണ് സാറ്. സോ എന്താണ് രഞ്ജിത്തേട്ട NHQനെ കുറിച്ച്? ഞാൻ ഇപ്പോൾ 2 മാസമായിട്ട് NHQയുടെ ഭാഗമാണ്. തീർച്ചയായിട്ടും ഞങ്ങൾ സ്റ്റുഡിയോ തുടങ്ങിയ ഒപ്പം തന്നെ ഇപ്പോഴും ജിമ്മുമായിട്ടുള്ള ബന്ധം എപ്പോഴും ഉണ്ട്. തീർച്ചയായിട്ടും ഇപ്പം ഞാൻ ഇവിടെ നിൽക്കുന്നത് ഇപ്പോൾ ഗ്രാവിറ്റിയിൽ ബേസിക്കലി ഞാൻ ബാച്ച് 18 റേഡിയോ പ്രൊജക്റ്റ് ചെയ്യുന്നുണ്ട്. സോ അതവരുടെ കോഴ്സിൻ്റെ ഭാഗമാണ്. പ്രത്യേകിച്ച് റേഡിയോവുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു വേറെ ഒരു കോളേജസിലും റേഡിയോ ആയിട്ടൊരു പ്രോജക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ അത് ബേസിക്കലി അതിൻ്റെ ഒരു മെയിൻ പരിപാടി എന്താണെന്ന് വെച്ചാൽ ഈ സൗണ്ട് എഞ്ചിനീയറിംഗുമായി ബന്ധപ്പെട്ട എല്ലാ തലത്തിലും അതായത് അത് മെയ്ഡ് ബി ഇറ്റ് വിൽ സ്റ്റാർട്ട് ഫ്രം സ്ക്രിപ്റ്റ് റൈറ്റിംഗ് ടു കോണ്ടൻറ്റ്. അതുപോലെ തന്നെ ഓരോ സ്റ്റുഡൻസിനെ കൊണ്ടും നമ്മൾ RJ എങ്ങനെയാണോ റേഡിയോ സ്റ്റേഷൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നത് ആ ഒരു അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യണം അവിടെ. അവസാനം അവർ ഈ പറഞ്ഞ പോലെ ഫയൽസ് ഇതിലേക്ക് കൊണ്ടുവന്നിട്ട് ഒരു എൻ്റയർ റേഡിയോ എങ്ങനെ സൗണ്ട് ചെയ്യുന്നു അതുപോലെ അത് ഇമേജ് ചെയ്യും. അപ്പോൾ താഴത്തെ പോലെ തന്നെ നമുക്ക് 2 സ്പേസുകളും കൂടി ഇവിടെ ഉണ്ട്. വിപ്ലാഷ് ഒരു ഫേമസ് മ്യൂസിക് റിലേറ്റഡ് മൂവിയാണ് അല്ലേ? അപ്പോൾ അതിൻ്റെ പേരുണ്ട്. അതുപോലെ 8 to 8 2 സ്പേസും കൂടി ഉണ്ട്. ജസ്റ്റ് ക്വിക്ക്ലി നമുക്ക് അത് രണ്ടും കൂടി ഒന്ന് കാണാം. വർക്കുകൾ നടക്കുന്നുണ്ട്. നമുക്ക് ഇപ്പോൾ നമ്മൾ കണ്ടില്ലേ, ആദ്യം ഒരു സ്റ്റുഡിയോയിൽ ആക്ച്വലി സ്റ്റുഡൻസ് വർക്ക് ചെയ്തത് നിഖിൽ സാർ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു സ്റ്റുഡൻറ്റ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എപ്പോഴും എന്താണ് ഒരു വർക്ക് ചെയ്യാൻ എല്ലാവർക്കും പറ്റും, പക്ഷേ അത് ഗൈഡ് ചെയ്ത് അത് കേട്ട് ഇൻഡസ്ട്രിയിലുള്ള ആൾ കേട്ടിട്ട് അത് കറക്റ്റ് ചെയ്ത് തരുന്നതാണ് നമുക്ക് എപ്പോഴും ബെനിഫിറ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് ഇപ്പം നമ്മൾ കണ്ടത്. അത് ഇൻട്രപ്റ്റ് ചെയ്യണമെന്ന് വെച്ചിട്ട് ഞാനൊന്നും ഉണ്ടായിരുന്നതാണ്. അതെ. ഓക്കെ, അങ്ങനെ നമ്മൾ NHQ കോളേജിൻ്റെ ഫെസിലിറ്റീസും കാര്യങ്ങളും സ്റ്റുഡിയോ എല്ലാം കണ്ടു. ഇനി ഇവിടെ നമുക്ക് ഒരു ഫെസിലിറ്റിയും കൂടി ഉണ്ട് NHQന്. ഇത് ആക്ച്വലി മെയിൻ ബിൽഡിങ്ങിൽ നിന്ന് കുറച്ച് മാറിയിട്ടാണ്. ഇവിടെ ഡോൾബി അറ്റ്മോസ് മിക്സിംഗ് സ്റ്റുഡിയോ അല്ലേ ഏട്ടാ, അങ്ങനെ പറയാമോ? ഹോം എൻ്റർടൈൻമെൻറ്റ് റൂം എന്ന് പറയാം, റൂം എന്ന് പറയാം. ആണ്. യെസ്. അപ്പോൾ ആ റൂമിലാണ് ഞാനുള്ളത്. എൻ്റെ ഒപ്പം ഉള്ളത് ഇവിടുത്തെ നമ്മുടെ NHQവിൻ്റെ തന്നെ ചീഫ് സൗണ്ട് എഞ്ചിനീയർ ആൻഡ് ഫാക്കൽറ്റി ആയിട്ടുള്ള കിരൺ ചേട്ടനാണ്. ചേട്ടാ നമസ്കാരം. എന്തുകൊണ്ടാണ് സുഖമായിട്ടിരിക്കുന്നത്? ആൻഡ് നമ്മൾ കേട്ടുള്ള ഒരുപാടധികം കിടിലം പാട്ടുകളും മൂവിയുടെ ഒക്കെ മിക്സിങ്ങും മാസ്റ്ററിംഗ് ഒക്കെ ചെയ്തിട്ടുള്ള ആളുണ്ട്. എനിക്കൊന്ന് നീ കവിതകളിൽ എന്ന് പറഞ്ഞ പാട്ടല്ലേ ചേട്ടനാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഒരുപാട് അധികം പടങ്ങൾ, കുറച്ച് ഏതൊക്കെയാണ് സിനിമകൾ വർക്ക് ചെയ്തതെന്ന് പറയുന്നത്? ഇപ്പം അടുത്തായിട്ട് ചെയ്ത് നാഥാം കേസോട് കുറേ ഉണ്ട്. ARMന്റെ ഫുൾ സ്കോർ മിക്സ് ചെയ്തു. 3 പാട്ട് മിക്സ് ചെയ്തു. ഭൈരവം പാട്ട് എന്നുണ്ട്, നാടൻ പാട്ടുകളുണ്ട്, 3 പാട്ടുകൾ മിക്സ് ചെയ്തു. ഇവിടെയാണ് ചെയ്തത് അല്ലേ? യെസ്. അപ്പോൾ ഈ ഒരു സ്റ്റുഡിയോയിൽ നമുക്ക് എന്തൊക്കെയാണ്? സ്റ്റുഡിയോ ഡോൾബി അറ്റ്മോസ് റീമിക്സ്, ഇപ്പോൾ OTTക്ക് വേണ്ടിയിട്ടുള്ള കണ്ടന്റുകൾ, നെറ്റ്ഫ്ലിക്സ്
അങ്ങനെ ആമസോൺ പ്രൈം അവിടേക്ക് വേണ്ട കണ്ടന്റുകളൊക്കെ നമ്മൾ ഇവിടുന്ന് മിക്സ് ചെയ്യാൻ പറ്റുന്നതാണ്. യെസ്. അപ്പോൾ നിങ്ങൾക്ക് കാണാം, ഇത് സാധാരണ നമ്മുടെ സ്റ്റുഡിയോയിലുള്ള പോലെയല്ല, ഇങ്ങനെ ഇത് കണ്ടോ മുകളിലും സൈഡിലും ഒക്കെ ആയിട്ട് ഒത്തിരി സ്പീക്കേഴ്സ് ഒക്കെ കാണാം. അപ്പോൾ 7.1.4 ആണ് കോൺഫിഗറേഷൻ. 7.1.4 അല്ലേ? അതെ അതെ. യെസ്. അപ്പോൾ അങ്ങനത്തെ കിടിലൻ എക്സ്പീരിയൻസും എക്സ്പോഷറും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ വരുന്ന സ്റ്റുഡൻസിനെ കാത്തിരിക്കുന്നത്. ആൻഡ് കിരൺ ഇങ്ങനെ ഇരിക്കണമെന്ന് വിചാരിക്കുന്നത് ഒത്തിരി ലെജൻഡറി ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളല്ലേ, അർജുനൻ മാഷ് തുടങ്ങി ജോൺസൺ മാഷ്, KS ചിത്ര ചേച്ചി, അങ്ങനെ ഒത്തിരി പേരുടെ വർക്ക് ചെയ്തിട്ടുള്ള ആളുണ്ട്. പൊതുവേ സൗണ്ട് എഞ്ചിനീയർമാർ ആരും പുറത്ത് കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ പോലെ ആ ഫീൽഡിൽ ഒരു ലെജൻഡറി മനുഷ്യൻ തന്നെയാണ്. അപ്പോൾ എന്തായാലും ചേട്ടാ സംസാരിക്കാൻ പറ്റിയതിൽ സന്തോഷം കേട്ടോ. ഇനി കാണാം. ഓക്കെ, അങ്ങനെ ഷൂട്ടെല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് വണ്ടിയിലെത്തി. എനിക്കറിയാം വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്തത്. അപ്പോൾ ഒത്തിരി പേർക്ക് ഉപകാരപ്പെടും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സിലോ ഫാമിലിയിലോ ആരെങ്കിലും ഇതുപോലെ മ്യൂസിക് പാഷനായി നടക്കുന്നത്, അത് പഠിച്ചാൽ മതി, അതിൽ ഡിഗ്രി നേടണമെന്നൊക്കെ ആഗ്രഹിച്ച് നടക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആൻഡ് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഇവിടെ വരാൻ വിസിറ്റ് ചെയ്ത് നോക്കാം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് നോക്കാം. എന്നിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം എന്ത് കോഴ്സ് വേണം എന്നൊക്കെ ഉള്ളത്. അപ്പോൾ വന്നു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇവിടെ ഉള്ള ആൾക്കാർ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അത് പറഞ്ഞുകൊണ്ട് ഈ മനോഹരമായ വീഡിയോയിൽ നിന്ന് ഞാൻ മൈൻഡപ്പ് ചെയ്യാണ് സുഹൃത്തുക്കളെ. അപ്പോൾ +2 കഴിഞ്ഞ എല്ലാവർക്കും എൻ്റെ വക ഒരു ഓൾ ദ ബെസ്റ്റ് ഞാൻ തരികയാണ്. നല്ല ഒരു ഫ്യൂച്ചർ ഉണ്ടാവട്ടെ എല്ലാവർക്കും. അടിപൊളി കരിയർ സ്വന്തമാക്കാൻ സാധിക്കട്ടെ. റൈറ്റ് ഡിസിഷൻസ് എടുക്കാൻ, അതായത് കരിയറിൻ്റെ കാര്യത്തിൽ റൈറ്റ് ഡിസിഷൻസ് എടുക്കാൻ പറ്റട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് ഈ വീഡിയോയിൽ നിന്ന് നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദ ഹംബിൾ മ്യൂസിഷ്യൻ വ്ളോഗ്സ്. ഐ വിൽ സീ ഇൻ മൈ നെക്സ്റ്റ് വീഡിയോ. അണ്ടിൽ ദെൻ യു ടേക്ക് കെയർ. ബൈ ബൈ.